ഹായ് വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ റിസോർട്ടിൽ നിന്നൊക്കെ പോകുന്നത് പിന്നെ ഇതാക്കണ ഊര് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ വയനാട്. അപ്പോൾ അവിടേക്ക് പോകാമെന്നാണ് പിന്നെ പ്ലാൻ ആക്കിയത് കേട്ടോ. ഇവിടെ ഇതാക്കണം ഇങ്ങനെ കുറച്ച് അവിടുത്തെ റൂൾസും കണ്ടീഷൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ജീപ്പിലാണ് അങ്ങോട്ട് കൊണ്ടുപോകുക. അത്യാവശ്യം നല്ല എന്താ പറയുക ഇതുണ്ട് കേട്ടോ, ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടി. അപ്പം അത്രയും ഞങ്ങളിങ്ങനെ എന്താണ് ജീപ്പ് വരുന്ന സ്ഥലത്തേക്ക് നടന്ന് പോയിക്കൊണ്ട് ടിക്കറ്റ് കിട്ടിക്കാണ്ട് പോണത്. ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് പോണത്. പിന്നെ അതിൻ്റെ മുമ്പ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവുമല്ലോ. വന്നതിനനുസരിച്ച് നമുക്കൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിനനുസരിച്ചിട്ടുള്ളൂ നമുക്ക് ജീപ്പിൽ പോകാൻ പറ്റുക. പിന്നെ ഒരു സ്പെഷ്യൽ ടിക്കറ്റ് പറഞ്ഞ സംഭവമുണ്ട്. അങ്ങനെ എടുത്താൽ ഇപ്പോൾ നമുക്ക് 2 പേർക്ക് ഒരു ജീപ്പ് വിളിച്ചിട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ 2 പേർക്ക് മാത്രമായിട്ട് ആ ജീപ്പിൽ പോകാം. ഞങ്ങൾ 9 പേരുണ്ട്. അപ്പോൾ വേറെ അധികം ആരും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാലും ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ടിക്കറ്റ് എടുത്ത് പോയത്. മേ ബി നല്ല തിരക്കൊക്കെ വന്നാൽ നമ്മളെ കൂട്ടത്തേക്ക് വേറെ ആരെങ്കിലും കയറ്റിയാൽ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അത് കരുതിയിട്ട് സ്പെഷ്യൽ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾക്കുള്ള ജീപ്പൊക്കെ വന്ന് ഞങ്ങൾ തന്നെ നല്ല ഫിറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ തിരക്കിരിക്കണം കരുതിയിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ടൈമിൽ നിറച്ച ആൾക്കാരും ഉണ്ട്. പിന്നെ നമുക്ക് അതിനുള്ളൊരിതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഇതാക്കണം, ഞാൻ ആ പോണ വഴിയൊന്നും എടുത്തിട്ടില്ല. കൂടുതൽ കാണാനും കാര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടേക്ക് എന്നൂർക്ക് എൻ്റർ ചെയ്തിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, മഞ്ഞും മലയും തണുപ്പും ഒക്കെ എല്ലാം ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഊര് എത്തി കേട്ടോ. നല്ല ക്രൗഡ് ആയിരുന്നു. കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അതായത് സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുവരുമല്ലോ, അങ്ങനത്തെ ചെറിയൊരു 7 വരെയുള്ള കുട്ടികളെ തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. അത് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ആയിരുന്നു. കുട്ടികളുണ്ടായാൽ നമുക്കറിയാമല്ലോ, വലിയ ബസ്സാണ്. അപ്പോൾ അതിൽ കുറേ കുട്ടികളുണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആൾക്കാരും തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിദേശികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല എന്താ പറയുക, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ടൂറിസത്തിൽ എന്നൊക്കെ പറയേണ്ടത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. പണ്ടത്തെ ആൾക്കാർക്കാണെങ്കിലും ഇതൊക്കെ അറിയണതാണ്. അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു പുച്ഛമായിരിക്കാം. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഇതൊക്കെ എന്താ. പക്ഷേ നമ്മളെ ഏജിലുള്ളവരും നമ്മളെ താഴെയുള്ള ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ ഇത് ഓല് വളർന്ന് വരുമ്പോൾ ഇങ്ങനത്തെ കാണുമ്പോൾ എന്താവും, ഇതൊരു അത്രയും നല്ലൊരു കോൺസെപ്റ്റാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വീടുകളുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഇതിൽ. നമ്മളെ ഇപ്പപ്പമാരൊക്കെ ഇങ്ങനത്തെ വീട്ടിലൊക്കെയാണ് താമസിച്ചത് എന്നൊക്കെ ഓൽക്കറിയാൻ കഴിയും. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഡെവലപ്ഡ് ആയിട്ടും ഉള്ളൊരു ഇതിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും ഫുഡാണെങ്കിലും നമ്മളെ കൾച്ചറാണെങ്കിലും നമ്മളെ സൊസൈറ്റി ആണെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടത്. ഇപ്പോൾ ഈ മതിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് സിമെൻ്റ് ആയിരിക്കാം. പക്ഷേ ഈ ഒരു പെയിൻറ്റ് കൊടുത്തേക്കാണെന്നാണ് ഒരിത്, മഡല്ല മുഴുവനെന്നാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അങ്ങോട്ട് കയറി. ഓരോരുത്തരും ഓരോ സെപ്പറേറ്റ് ആയിട്ട്, ഞങ്ങളെല്ലാവരും കൂട്ടം കൂടി നല്ല നടക്കണം. അത് ഞങ്ങളെങ്ങനെ ഫാമിലി ടൂർ പോയാലും ഒപ്പം അങ്ങനെ നടക്കില്ല. ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മളെല്ലാവരും ഒപ്പം ഉണ്ടാവും, ഫാമിലി ഫോട്ടോ എടുക്കാനൊക്കെ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചിലപ്പോൾ കുട്ടികളുണ്ടാവും, ചിലപ്പോൾ നൂറിൻ്റെ ഷബിൻ്റെ കൂടെക്കാരൻ കുട്ടികൾ അധികം ഓല കൂടെക്കാരുണ്ടാവില്ല. ഞങ്ങളിങ്ങനെ ഫോട്ടോ ഇതൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളേക്കും കപ്പിളായി നടക്കുക. ഓലെടുത്തേക്കാരും കുട്ടികൾ ഇങ്ങനെ പോരുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു കുറേ നേരമായല്ലോ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണം, ഞാനാണ് വീഡിയോ എടുക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് എന്നെ വീഡിയോ എടുത്ത് തരാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്. പക്ഷേ നമ്മൾ ആ സൺസെറ്റിൻ്റെ ഒരു സൂര്യൻ ഉണ്ടാവുമല്ലോ, എനിക്ക് വെയിൽ ഭയങ്കര പ്രശ്നം, മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ രസമില്ലെങ്കിലും തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ടാണ് നടന്നത്. എനിക്കറിയാം കോസ്റ്റ്യൂമൊക്കെ തൊപ്പി വലിയ രസമൊന്നുമില്ല. പക്ഷേ നമ്മളെ ഹെൽത്ത് നോക്കണം, പ്രത്യേകിച്ച് ഞാൻ അനങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചാണ്ട് കേട്ടോ പോണേ. നല്ല രസമുണ്ട്. ഇതെന്തോ ചിൽഡ്രൻസ് ഏരിയ എന്തോ ആണ്, പക്ഷെ അവിടെ നിന്ന് ഓപ്പൺ അല്ല. അങ്ങനെ എന്തോ വേണമെങ്കിൽ വരാനുള്ളതാവാം, അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് എന്തെങ്കിലും പണിക്ക് വേണ്ടിയിട്ട് അവിടെ ക്ലോസ് ആക്കിയതാവാം. അങ്ങനെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്.
നമുക്കങ്ങനെ പിന്നെ വലിയ തണുപ്പില്ല എന്നാലും ചൂട് ക്ലൈമറ്റൊന്നുമല്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ നടന്ന് അതിൻ്റെ ഇടയിൽ ഓരോ നമ്മളെ കരിക്ക് സ്നാക്കൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ കരിക്ക് ഉപ്പിലിട്ടത് അങ്ങനത്തെ സംഭവമൊക്കെ ഉള്ളൂ. അത് കഴിച്ചിട്ട് അങ്ങനെ നടക്കും. ഈ ഒരു ഏരിയ ഒക്കെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മളെ എന്തോ ഒരു ഫീല് നല്ല രസമുണ്ടായിരുന്നു. തേന്മാവിൻ കൊമ്പത്ത് മൂവിയൊക്കെ ഉണ്ടല്ലോ, ആ മൂവിയിലുള്ള വീടിൻ്റെയും അങ്ങനത്തെ ഒരു ഏരിയൻ്റെ ഒക്കെ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഫിലിമിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മോഹൻലാലിൻ്റെ ആ വീടുണ്ടല്ലോ, അതാണ് കേട്ടോ. അത് ഭയങ്കര രസമല്ലേ ഇങ്ങനത്തെ വീടൊക്കെ. പിന്നെ ഈ വീടുകളൊക്കെ കാണുമ്പോൾ എനിക്കുള്ളൊരു ഞാൻ അതിൻ്റെ മുമ്പ് ഇട്ട വീഡിയോയിലും ഞാൻ പറഞ്ഞേക്കണേ എന്താ വെച്ചാൽ, എൻ്റെ അമ്മാൻ്റെ ഞാനൊരു 4ാം ക്ലാസ് വരെ എൻ്റെ അമ്മാൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മയും ഞങ്ങളൊക്കെ കൂടെ. ഇപ്പോൾ ഗൾഫിലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് 2 വീടുകൾ ഇങ്ങനെ ഉണ്ട്. അതിലൊരു വീട്ടിൽ ഒരു വയസ്സായ ഉമ്മയും ഇപ്പപ്പി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ഞാൻ പിന്നെ നല്ലോണം പഠിച്ചതുകൊണ്ട് സ്കൂൾക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ശനിയാഴ്ചക്ക് അന്നത്തെ കാലത്ത് സ്പെഷ്യൽ ക്ലാസ്സൊന്നും എടുക്കുകയില്ല. അപ്പോൾ എന്നാലും ഒരു ദിവസം എങ്ങനെയോ സ്പെഷ്യൽ ക്ലാസ് എടുത്ത്. അല്ലാത്ത ടൈമിലും ആ മമ്മി ഇപ്പപ്പി അത്യാവശ്യം നല്ല ഏജ്ഡാണ്. അങ്ങനെ അത്ര അടിച്ച് വാരുക അങ്ങനത്തെ സംഭവമൊന്നും കഴിയില്ല. അന്നൊന്നും പിന്നെ തോത്തുന്ന പണിയൊന്നും ഇല്ലല്ലോ, കാരണം ഫുള്ള് മറ്റേ മട്ട് കൊണ്ട് ഇങ്ങനെ ഇതാക്കിയത് തന്നെയല്ലേ. അപ്പം ഞാൻ എന്താക്കും, വല്ല വീട്ടിലൊന്നും പറയാതെ സ്കൂളിൽ ഇല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കള്ളത്തരം കാട്ടാൻ കഴിയില്ല, കാരണം ഫുള്ള് മെസ്സേജ് ഫോണിലേക്കാണ്. സ്കൂളിൻ്റെ ഇല്ല സംഭവങ്ങൾ. അന്ന് അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലല്ലോ. നമ്മളില്ല പറഞ്ഞാലില്ല. പിന്നെ എൻ്റെ അടുത്തുനിന്ന് വീട്ടിൽ നിന്നൊന്നും ഞാൻ പോകണ സ്കൂൾക്ക് കുട്ടികളും ഇല്ലായിരുന്നു. അപ്പോൾ എന്താട്ടി, ഇന്ന് സ്കൂളില്ല പറഞ്ഞേക്കാണ്ട് ഞാൻ എല്ലാ അമ്മമാരുടെ അടുത്തേക്ക് പോയി ആ അമ്മമാർക്ക് അടിച്ചു വാരി കൊടുക്കുക, ഇമ്മമാർക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഞാൻ ചെയ്തതിന്. പിന്നെ കുഞ്ഞാമ്മ എങ്ങനെയോ അറിഞ്ഞ് ഒരു ദിവസം 2 ദിവസമൊക്കെ ഞാൻ അങ്ങനെ നല്ല ഉമ്മാനായിട്ടും സസ്യാക്കിക്കണം. പിന്നെ എങ്ങനെയോ കുഞ്ഞാമ്മ അറിഞ്ഞ് എന്നെ വലിച്ച് തല്ലി കൊണ്ടുപോയി ആക്കി സ്കൂൾക്ക്. അപ്പോൾ ഇങ്ങനത്തെ വീട് കാണുമ്പോൾ എനിക്ക് ആ അമ്മമാനെയും ഇപ്പപ്പാനെയും ഒക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. ഞങ്ങളെ റിലേറ്റീവൊന്നും അല്ല, പക്ഷേ എന്നാലും നമുക്ക് കുട്ടികളാവുമ്പോൾ നമ്മളെല്ലാവർക്കും നമ്മൾ നല്ല പണിയെടുക്കുമല്ലോ. അടിച്ചോരും തോത്തും നമുക്ക് എല്ലാ പണിയെടുത്ത് കൊടുക്കും. വലിയതാവുമ്പോഴാണല്ലോ പിന്നെ നമുക്ക് ഓരോ എക്സ്ക്യൂസുകളും മടികളും ഒക്കെ ഉണ്ടാവുക. എനിക്ക് ഈ വീടൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ആ വീട് മാത്രം ഓർമ്മ വന്നു. പക്ഷെ ഇപ്പം അവിടെ ആ വീടില്ല, അതാകെ പൊളിഞ്ഞ് ഓലൊക്കെ മരിച്ചു 2 ആളും. ഒരു വീടുണ്ട്, പക്ഷേ മറ്റേ ഞാൻ പോയിൻ്റെ അമ്മമാൻ്റെ ഇപ്പപ്പാൻ്റെ ആ വീടില്ല കേട്ടോ. അപ്പോൾ എനിക്കിപ്പോഴും എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ആ ഏരിയക്കൊക്കെ ഇങ്ങനെ പോയി നോക്കും, ഒരു രസത്തിന്. നമുക്കൊരു ഇതൊക്കെ ഞാൻ പറയുന്നതുകൊണ്ട് ഇപ്പോഴത്തെ 2Kകൾക്ക് എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. എനിക്കെന്താ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ ലൈഫും ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നത്തെ കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാനും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. നമ്മൾ പഠിക്കാനുണ്ട്, ഞാൻ പഠിച്ചാത്തതുകൊണ്ട് പിന്നെ ആ പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ നമുക്ക് വേറൊരു ടെൻഷനോ സങ്കടമോ ഒന്നുമില്ല. നമുക്ക് വേണ്ട ഫുള്ള് നമ്മളെ കൈക്ക് കിട്ടണോ, നമ്മൾ കഴിക്കണം, അതിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ. ഞങ്ങളിവിടെ ടയേർഡായി നടന്ന് ഒരു സ്ഥലത്തിരിക്കുകയാണ്. 24 മണിക്കൂർ ഇരുത്താണ്. നമ്മളെ അയിന് ഇവിടെ ഓരോന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പം ചിരിച്ചു. അതെ, പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. നമുക്ക് ജീപ്പിലാണല്ലോ വന്നത്. അപ്പോൾ ജീപ്പിൻ്റെ ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾക്ക് പിന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു തണുപ്പ് വന്നിരുന്നു. അപ്പോൾ എല്ലാം സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഇതാക്കണ ഞങ്ങൾ എല്ലാവരും ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ വന്നിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ ജീപ്പിന് വേണ്ടി കണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജീപ്പ് വരുന്ന ക്ലിപ്പിങ്ങൊക്കെ എടുക്കാൻ മറന്നു. അപ്പോൾ എൻ്റെ ചാനലിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ആക്കുക. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ജീപ്പിന് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കാം. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് പോകാനും നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.